ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൾസർ 150 BA6 വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൾസറിൻ്റെ മുകൾ ഭാഗത്ത് 2 സ്ക്രൂ ഉണ്ട്, ആ രണ്ടും റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ 2 വശങ്ങളിലായിട്ടും 2 സ്ക്രൂ ഉണ്ട്, അതും റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലായിട്ട് ഉള്ളിൽ ഭാഗത്തായിട്ട് 2 സ്ക്രൂ വരുന്നുണ്ട്, അത് 10ൻ്റെ ടീ സ്പാനർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ 2 സ്ക്രൂ ഉണ്ട്, അത് രണ്ടും റിമൂവ് ചെയ്യുക. നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറെ 2 സ്ക്രൂ ഉണ്ട്, അതും റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈസറിൻ്റെ 4 സ്ക്രൂ ഉണ്ട്, അത് 4 റിമൂവ് ചെയ്യുക. എന്നിട്ട് വൈസർ ഊരുക. എന്നിട്ട് പതുക്കെ നമ്മൾ ഡൂം പുറത്തേക്ക് എടുക്കുക. ഡൂമിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പാർക്ക് ലൈറ്റ് വരുന്നത്. പാർക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഈ കവറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഈ കവർ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ആകാൻ വേണ്ടിയിട്ട്, വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ കൊടുക്കുന്നത്. ജസ്റ്റ് ഈ പ്ലഗാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ. ഇനി അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട്, അത് റിമൂവ് ചെയ്യണം, എന്നാലേ ഹെഡ്ലൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിമ്മ് വർക്ക് ചെയ്യുന്നില്ല, അതേത് കംപ്ലൈൻറ്റ്. നമുക്കിനി പുതിയ ഹെഡ്ലൈറ്റ് ഇടാം. ഇതാണ് പുതിയ ഹെഡ്ലൈറ്റ്, ഓസ്റാമിൻ്റെയാണ്, 12 വോൾട്ടിൻ്റെ. ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പോണത്. ഹെഡ്ലൈറ്റിന് 3 ലോക്ക് ഉണ്ട്, ആ ലോക്ക് കറക്റ്റ് ആവുന്ന രൂപത്തിൽ വെച്ചങ്ങാണ്ട് നമ്മൾ ഈ സ്പ്രിങ് ഇടുക. സ്പ്രിങ്ങിന് കറക്റ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൈറ്റ് കിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കുക വെച്ച്. ഇനി ഹെഡ്ലൈറ്റിൻ്റെ പ്ലഗ് കറക്റ്റ് ഹെഡ്ലൈറ്റുമ്പോൾ കൊടുക്കുക. കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ക്ലിപ്പ് സൂട്ടാവില്ല. എന്നിട്ട് ഹെഡ്ലൈറ്റ് വെള്ളം കയറാതിരിക്കാൻ ഈ കവറിങ്ങും കൂടി വയ്ക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പം നമ്മളെ വണ്ടി ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമ്മും ബ്രൈറ്റും ചെക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.